കാക്കനാട് DLF ഫ്ളാറ്റിൽ ഛർദിയും വയറിളക്കവുമായി 350 പേർ ചികിത്സ തേടിയതിൽ ജില്ലാ കളക്ടർ DMOയോട് റിപ്പോർട്ട് തേടി. പരിശോധനകൾക്കായി 33 പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തെ ആരോഗ്യവകുപ്പ് നിയോഗിച്ചു. കുടിവെള്ളത്തിൽ നിന്ന് രോഗം പടർന്നതായാണ് സംശയം. സ്വകാര്യ വ്യക്തി നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ E. coli ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതായി ഫ്ളാറ്റ് നിവാസികളുടെ അസോസിയേഷൻ പറഞ്ഞു. ഓൾമോസ്റ്റ് 2 വീക്സ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് ഈ വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടെങ്കിലും ഫുഡ് ഇൻസ്പെക്ഷൻ എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു 3 വീക്സ് ബാക്ക് ഒരു 2-3 ഡേയ്സ് മുന്നേ ഒരു 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 വാട്ടർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇതായിരിക്കാം എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിക്കുന്നത്. ഇപ്പോൾ മോന് സാറ്റർഡേ തൊട്ട് ഇത് നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. ദെൻ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയോട് കൂടിയിട്ട് മോൾക്കും ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഇതുണ്ടായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈവനിങ്ങിൽ ഡിസ്ചാർജ് ആയി. ഞങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പുകളിൽ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സാറ്റർഡേ മോർണിംഗോ മറ്റാണ് ഇവിടുത്തേതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതേവരെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലേത് വളരെ ഗൗരവമേറിയ സാഹചര്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 340 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗബാധിതരായ ആളുകൾ വിവിധ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്. ആരോഗ്യവകുപ്പ് 30 അംഗ സംഘത്തെ നിയോഗിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുമായി ആശയവിനിമയം നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. രോഗം സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട, പക്ഷേ ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പക്ഷേ ഈ വിഷയം വളരെ ഗൗരവതരമാണ്. കാരണം ഒരേ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് കുറേയേറെ ആളുകൾ രോഗബാധിതരാകുന്നു. പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഒരു ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് അറിയിക്കാതെ പക്ഷേ അത് രഹസ്യമായി വെക്കുന്നൊരു സാഹചര്യം. കൊച്ചിയിൽ നിന്ന് നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, 350ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഊർജിതമാക്കുന്നത്? ദിവ്യ, ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. നിലവിൽ DMOയുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ യോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഈ DMOയോട് കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷം കളക്ടർക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ട് DMO നൽകും. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്ത് നിന്ന് 33 അംഗ സംഘം, പ്രത്യേക സംഘം ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഒപ്പം തന്നെ വേണ്ട വിധത്തിൽ പരിശോധന അടക്കം നടത്തുവാനും. നിലവിൽ ഈ പുറയിൽ കാണുന്നതാണ് കാക്കനാട് ഫ്ളാറ്റ് സമുച്ചയം. 12 ടവറുകളാണ് ഇവിടെ DLFനുള്ളത്. 12 ടവറുകളായി 1300-ലധികം ഫ്ളാറ്റുകളുണ്ട്. 5000-ലധികം ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളത്. മന്ത്രി തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ നേരത്തെ തന്നെ അറിയിക്കേണ്ടതായിരുന്നു. ഒപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ടീം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവർ ഇവിടെ പരിശോധന നടത്തും. 30 അംഗ സംഘത്തെയാണ് ആരോഗ്യവകുപ്പ് ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. 340 പേരാണ് രോഗാവസ്ഥയിലുള്ളത്. പ്രാഥമികമായ റിപ്പോർട്ട് മെഡിക്കൽ ടീം നൽകിയിട്ടുണ്ട്. ഇത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ആശുപത്രികളിൽ നേരത്തെ തന്നെ ഒരുപാട് കാക്കനാട് DLF ഫ്ളാറ്റിൽ രോഗബാധയുണ്ടായ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. വിദഗ്ധ മെഡിക്കൽ ടീമിനെ കാക്കനാട് നിയോഗിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് നിധിൻ സേവ്യർ നൽകിയത്.